തലവേദന പിടിച്ച പരിപാടിയാണ് ഈ ബില്ലടക്കൽ. അതായത് വൈഫൈ അതിന് ഒരു ബില്ലും കാര്യങ്ങളും ഉണ്ടായിരിക്കും, മൊബൈല് അതിന് ഒരു ബില്ലും കാര്യങ്ങളും ഉണ്ടാവും, ടിവിയുടെ സർവീസിന് അതിന് വേറെ ബില്ലും കാര്യങ്ങളും. ഇങ്ങനെ ഓരോന്നിന്റെയും എക്സ്പയറി ഡേറ്റും കാര്യങ്ങളും നോക്കി വെച്ച് സെപ്പറേറ്റ് ബില്ല് അടയ്ക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയാണ്. ഒരു ചെറിയ സമയം പോകുന്ന ഒരു പരിപാടി തന്നെയാണ്. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാലും മൊബൈലിന്റെ ടീമിനെ വിളിക്കണമെങ്കിൽ ഒരു സെപ്പറേറ്റ് നമ്പർ വിളിച്ചാൽ തന്നെ 1 പ്രസ് ചെയ്ത് 2 പ്രസ് ചെയ്ത് അങ്ങനെ പ്രസ് ചെയ്ത് ഒരു 15 മിനിറ്റ് അങ്ങനെ പോകും. വെയിറ്റിംഗ് ടൈമോ അതിലേറെ. അതേപോലെ തന്നെ സെയിം ടിവിക്കും സംഭവിക്കാം, ഇന്റർനെറ്റിനും സംഭവിക്കാം. എല്ലാത്തിനും സർവീസും കാര്യങ്ങളും ഒക്കെ വളരെ കോസ്റ്റ്ലിയും കാര്യങ്ങളുമാണ്, ഡിഫിക്കൽട്ടുമാണ് കിട്ടാൻ, പലതും പല തരത്തിലായതുകൊണ്ട്. ബട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ പ്ലാനിൽ കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? അതായത് ഒരൊറ്റ ബില്ലിൽ ഈ പറഞ്ഞ എല്ലാ സർവീസും, വൈഫൈ, DTH, അതേപോലെ ഫോൺ എല്ലാം ഒറ്റ പേയ്മെന്റിൽ ഒറ്റ ബില്ലിൽ കിട്ടിയാൽ, അതുപോലെ സർവീസിനും ഒരൊറ്റ നമ്പർ, ഒരൊറ്റ കോള്, പ്രയോറിറ്റിയിൽ നമ്മളെ കോൾ അറ്റൻഡ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന റെസ്പോൺസ് തരുന്ന നല്ലൊരു സർവീസ്, ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങൾക്കും ഒരൊറ്റ സർവീസ്, അതെങ്ങനെയുണ്ടാവും? നന്നായിരിക്കില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഗതിയാണ് ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുന്നത്. എയർടെല്ലാണ് ആ സംഗതി കൊണ്ടുവന്നിരിക്കുന്നത്. എയർടെൽ നിങ്ങൾക്ക് അറിയാം, ഇന്ത്യയിലത്തെ ഒരു വമ്പൻ ടീമാണ്, ടെലികോം മേഖലയിലെ വമ്പൻ ടീമാണ് അവർ. ഇന്ത്യയിൽ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് 5G ടെസ്റ്റ് ചെയ്ത ടീമും അവർ തന്നെയാണ്. സോ ആ ഒരു ടീമാണ് അവരുടെ താങ്ക്സ് പ്രോഗ്രാം, എയർടെൽ താങ്ക്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇന്ത്യസ് ഫസ്റ്റ് കൺവെർജ്ഡ് പ്ലാൻ ഫോർ പ്രീമിയം ഹോംസ് എന്ന രീതിയിൽ ഈ ഒരു സംഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു വലിയ കൺവെർജ്ഡ് പ്ലാൻ ആണ്. ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, നമുക്ക് ഇത്തരത്തിൽ പല ബില്ലുകൾ അടയ്ക്കാൻ വേണ്ടി പല ഡേറ്റുകൾ കുറിച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ ബില്ല്, ഒരൊറ്റ പേയ്മെന്റ്, പരിപാടി ക്ലോസ്. സർവീസിനാണെങ്കിൽ ഒരൊറ്റ നമ്പർ, ഒരൊറ്റ കോൾ, എല്ലാത്തിനുള്ള സർവീസ്, ഈസി, ഫ്രീ സർവീസ് വിസിറ്റ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ പ്രീമിയം ലെവലിൽ നമുക്ക് കിട്ടും. എക്സ്ട്രാ സർവീസുകൾ നമുക്ക് പലതും നമുക്ക് ഇതിന്റെ ഒപ്പം വരുന്നുമുണ്ട്. സോ ഇത് ഇതുവരെ എയർടെൽ കൊണ്ടുവന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പ്ലാൻ ആയിട്ടാണ് അവർ വിലയിരുത്തുന്നത്. സോ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാം, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവാം, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവാം. കാരണം ഈ തലവേദന പിടിച്ച പരിപാടി എല്ലാവരും ചെയ്യുന്നത്. സോ എല്ലാത്തിനും കൂടിയുള്ള ഒരു നല്ല സൊല്യൂഷനായിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ നമുക്ക് കാണാം. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം, ഒന്ന് മനസ്സിലാക്കി വെച്ചോളൂ. സോ വാട്ട് ഈസ് എയർടെൽ ബ്ലാക്ക്? അതാണ് ഏറ്റവും വലിയ ചോദ്യം. അതിന്റെ ആൻസർ ഇതാണ്. പല തരത്തിലുള്ള ഘടകങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞത് വൈഫൈക്ക്, ടിവിക്ക്, മൊബൈലിന് എല്ലാം സെപ്പറേറ്റ് ബില്ല് അടയ്ക്കേണ്ട ഒരൊറ്റ ബില്ല് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. അത് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. സോ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും മികച്ച രീതിയിലുള്ള സർവീസ്. ഒരൊറ്റ നമ്പർ, ഒരൊറ്റ കോൾ, ഒരൊറ്റ സർവീസ്. നിങ്ങൾ മൊബൈലിന് കംപ്ലൈന്റ് വന്നാലും, വൈഫൈയുടെ ഇഷ്യൂ ആണെങ്കിലും, TV ഇഷ്യൂ ആണെങ്കിലും, നിങ്ങൾ വിളിക്കേണ്ടത് ഒരൊറ്റ നമ്പറിലേക്ക്. ഏറ്റവും ഫാസ്റ്റായ റെസ്പോൺസ്, അതാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. പ്രയോറിറ്റി ലെവലിലുള്ള ഒരു റെസ്പോൺസും കാര്യങ്ങളാണ് നമുക്ക് കിട്ടുക. നമ്മുടെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടി അവർ പ്രയോറിറ്റി നിലയിലാണ് നമ്മളോട് സംസാരിക്കുക. അതായത് നിങ്ങൾ വിളിച്ചു കുറേ നേരം വെയിറ്റ് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ലെന്നാണ് പറയുന്നത്. ഒരൊറ്റ മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും. അഥവാ റെസ്പോൺസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവർ ബിസി ആണെങ്കിൽ അവർ തിരിച്ച് വിളിക്കാവുന്ന രീതിയിൽ കോൾ കട്ട് ചെയ്യാണ് ചെയ്യാം. തിരിച്ച് വിളിച്ച് നമ്മുടെ ഇഷ്യൂസ് പ്രയോറിറ്റി ലെവലിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തരും. സോ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് ടീമും അവിടെ ഉണ്ടാവും. ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് ഫാസ്റ്റായ റെസ്പോൺസ് തരുമ്പോൾ ആ തരുന്നത് ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് ടീമായിരിക്കും. അതായത് നല്ല അറിവുള്ള ആൾക്കാർ, എക്സ്പേർട്സ് ആയിരിക്കും നമുക്ക് റിപ്ലൈ തരിക. സോ അവർക്ക് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ എന്തും റിപ്ലൈ ചെയ്യാൻ കഴിയുന്ന ആൾക്കാരായിരിക്കും. പലരും ഞാനൊന്ന് നോക്കട്ടെ, പോയിട്ട് പിന്നെ വരാം, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആൻസർ കൃത്യമായിട്ട് കിട്ടും, സൊല്യൂഷൻസും കിട്ടും. സോ ഡെഡിക്കേറ്റഡ് റിലേഷൻഷിപ്പ് ടീം, അതേപോലെ പ്രയോറിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യുക, ഫാസ്റ്റായ റെസ്പോൺസ്, ഇതൊക്കെ ഇതിന്റെ സർവീസ് മേഖലയിൽ വരുന്ന അഡ്വാൻറ്റേജുകളാണ്. പിന്നെ സർവീസ് വിസിറ്റുകൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ TV, കമ്പ്യൂട്ടർ, വൈഫൈ എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും ഓൺലൈനിലൂടെ മാത്രം ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂസ് അല്ല. അത് പലപ്പോഴും സർവീസ് പേഴ്സൺസ് വീട്ടിൽ വന്ന് ഫിക്സ് ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അത് ഫ്രീ സർവീസ് വിസിറ്റുകളായിരിക്കും. ഫ്രീ ആയിട്ട് തന്നെ അവർ വീട്ടിൽ വന്ന് സർവീസ് ചെയ്ത് വന്ന് പോകുമെന്നാണ് പറയുന്നത്. സോ അതും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ഇങ്ങനെ പേയ്മെന്റും സർവീസും ഒക്കെ നെക്സ്റ്റ് ലെവലിൽ നമുക്കൊരു പ്രീമിയം ലെവലിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് എയർടെൽ ബ്ലാക്ക്. അപ്പോൾ ഇതിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? ഒരുപാട് കോസ്റ്റ് ആവോ, വലിയ ചിലവ് വരുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അതിന്റെ സൊല്യൂഷൻ ഇതാണ്. 0 ഇൻസ്റ്റലേഷൻ ഫീ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് മാറാൻ വേണ്ടി 10 പൈസ ചിലവില്ല. നിങ്ങൾ എക്സ്ട്രാ കാശ് കൊടുത്തൊന്നും വാങ്ങിക്കേണ്ട. അപ്പോൾ എങ്ങനെയാണ് TV ഒക്കെ സെറ്റ് ആവുക? കൺഫ്യൂഷൻ അല്ലേ? കൺഫ്യൂഷൻ ഒന്നും വേണ്ട. എയർടെൽ എക്സ്ട്രീം ബോക്സ് നോ എക്സ്ട്രാ കോസ്റ്റ് എന്നാണ് പറയുന്നത്. എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഇല്ലാതെ അവർ ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. 3999 രൂപയാണ് ഇതിന്റെ വില. പക്ഷേ ഈ ഒരു സംഗതി നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്ത് തരിക. അതിന് നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷെ ഒരു 1500 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഉണ്ട്. അത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്, പേയ്മെന്റ് അല്ല. നിങ്ങൾക്ക് അത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇത് വേണ്ടാന്ന് തോന്നി നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അവർ ആ പേയ്മെന്റ് 1500 രൂപ നിങ്ങൾക്ക് തിരിച്ചു തരും. അപ്പോൾ വേറെ പേയ്മെന്റ് ഒന്നും ഇതിന് എക്സ്ട്രാ നിങ്ങൾ കാശ് കയ്യിൽ നിന്ന് ചെലവ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് കാര്യങ്ങൾ നടന്നു കിട്ടും.
പിന്നെ ഈ ഒരു എക്സ്ട്രീം ബോക്സ് വരുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പല OTT പ്ലാറ്റ്ഫോമുകൾ, ആമസോൺ, അതേപോലെ തന്നെ എന്താ പറയുക ഹോട്ട്സ്റ്റാർ, അതേപോലെ C5 അങ്ങനെയുള്ള പലതും ബെറ്ററായ സബ്സ്ക്രിപ്ഷൻ വാല്യൂവിൽ, ചിലതൊക്കെ ഫ്രീ ആയിട്ട്, ചിലതൊക്കെ ബെറ്ററായ സബ്സ്ക്രിപ്ഷൻ വാല്യൂവിലും നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ അലക്സ എനേബിൾഡ് സ്മാർട്ട് ഡിവൈസുകളും ഇതിൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്യും. സോ അലക്സ കൊണ്ട് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് സാരം. പക്ഷേ 1500 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആണ്, നിങ്ങൾക്ക് അത് തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ നിങ്ങൾ മിനിമം 1 ഇയർ എങ്കിലും ഉപയോഗിക്കണോ. 1 ഇയർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്നതെങ്കിൽ, ആ ബോക്സ് തിരിച്ചു കൊടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് 1500 രൂപ അവർ തിരിച്ചു തരും. അതാണ് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. എന്തായാലും ഈ പ്ലാനും ഇതിന്റെ സർവീസും കാര്യങ്ങളും ഒപ്പം ഫ്രീ ഇൻസ്റ്റലേഷൻ എന്ന് പറയുമ്പോൾ ഒന്നും ആലോചിക്കാതെ ധൈര്യമായിട്ട് നമുക്ക് ഇതിലേക്ക് കയറാം, അതിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇതിന്റെ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്ലാൻസ് ഉണ്ട്. ബേസിക് ആയിട്ട് അവരുടെ സൈറ്റിൽ ഇപ്പോൾ കാണിക്കുന്ന പ്ലാൻസ് ഇതാണ്. ഇത് നിങ്ങൾ എടുക്കുന്നത് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ അവരുടെ അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള പോസ്റ്റ് പെയ്ഡ് സർവീസ് ആണ് വേണ്ടത്, ആ ഒരു എണ്ണം നിങ്ങൾ ചൂസ് ചെയ്യുക. TV-യിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാനലുകൾ, ഏതൊക്കെ പ്ലാറ്റ്ഫോമുകൾ വേണം, നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അത് മാത്രം നിങ്ങൾ അവർ പറയുന്ന 1500 2000 ഒന്നും കൊടുക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള ചാനലും കാര്യങ്ങളും മാത്രം സെലക്ട് ചെയ്യുക. അതുപോലെ വൈഫൈ നിങ്ങൾക്ക് എത്ര സ്പീഡിലുള്ളതാണ് വേണ്ടത്, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പീഡ് അനുസരിച്ചുകൊണ്ട് ചൂസ് ചെയ്യുക. കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള, നിങ്ങളുടെ ബഡ്ജറ്റിനെ പറ്റിയ ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക. ആ പ്ലാൻ നിങ്ങൾ യൂസ് ചെയ്യുക, ഒരൊറ്റ ബില്ലടയ്ക്കുക, പ്രീമിയം ലെവലുള്ള സർവീസും കാര്യങ്ങളും അവർ തരും. നിങ്ങൾക്ക് ഇതിന്റെ ഏറ്റവും ബേസ് പ്ലാൻ, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാനൊന്നും ഇഷ്ടമില്ല, ബേസ് പ്ലാൻ എടുക്കണമെങ്കിൽ 899 രൂപയ്ക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചൂസ് ചെയ്തുകൊണ്ട് സർവീസുകൾ ആസ്വദിക്കാൻ സാധിക്കും. അതാണ് എയർടെൽ ബ്ലാക്ക് എന്ന് പറയുന്ന സംവിധാനം. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഒരു ഓഫർ കൂടി അവർ വെച്ചിട്ടുണ്ട്. ഓൾറെഡി ഫ്രീ ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന ഒരു നല്ല ഓഫറാണ്. അതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ പുതിയൊരു കണക്ഷൻ എടുക്കുകയാണെങ്കിൽ 30 ദിവസത്തേക്ക് ആ ഒരു മന്ത് നിങ്ങൾ കാശ് അടയ്ക്കേണ്ട ആവശ്യമില്ല, അത് ഫ്രീ തന്നെയായിരിക്കും. 30 ഡേയ്സ് ഫ്രീ ആണ് ഇതിന്റെ സബ്സ്ക്രിപ്ഷൻ വരുന്നത്. സോ ഇതിലേക്ക് മാറാൻ നിങ്ങൾക്ക് വേറെ കൂടുതൽ കാരണമൊന്നും വേണ്ടാന്ന് തോന്നുന്നു. സോ അപ്പോൾ അതാണ് എയർടെൽ ബ്ലാക്ക്. അതിലേക്ക് എങ്ങനെ മാറാം, എന്തൊക്കെ ബെനിഫിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാവരിലേക്കും വിവരങ്ങൾ എത്തട്ടെ. ഒപ്പം തന്നെ ഇതെന്തായാലും കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് ഹയർ വാല്യൂ ആണ്. നമുക്ക് നോർമലി കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വാല്യൂ, നമ്മൾ സെപ്പറേറ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വാല്യൂ ഇത് ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ എയർടെലിന്റെ സൈറ്റിലേക്ക് കയറുക, അവിടെ ചെന്ന് കാര്യങ്ങൾ വ്യക്തമായിട്ട് പരിശോധിക്കുക. ജസ്റ്റ് അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ തന്നെ നിങ്ങളെ എയർടെലിന്റെ പേഴ്സൺ വിളിക്കും. നിങ്ങൾക്ക് അവരുമായിട്ട് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിച്ച് ഡീലാക്കാം. ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്തോളൂ. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു എയർടെൽ ബ്ലാക്ക് വീഡിയോ. യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.